ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു, അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്ന് മഞ്ചം തൊട്ടു. ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. കരയുന്നൊരു സ്ത്രീയുടെ കരച്ചിൽ കർത്താവ് കണ്ടു എന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞു. അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദം കർത്താവ് കണ്ടു എന്നുള്ളതാണ്. കാണുന്നില്ലെന്ന് നീ വിചാരിച്ച പല കാര്യങ്ങളും കർത്താവ് കാണുന്നുണ്ട്. സ്തോത്രം. ഈ ബൈബിളിൽ 4 സുവിശേഷങ്ങളിലും പ്രവചനങ്ങളിലും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലും അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലും ഒക്കെ പറയുന്ന ചില പദങ്ങളുണ്ട്. കരയുന്നവരുടെ കരച്ചിൽ കണ്ട് കർത്താവ് പറയുന്നുണ്ട്, കരയണ്ട. സങ്കടപ്പെടുന്നവരുടെ സങ്കടം കർത്താവ് കണ്ടിട്ട് പറയുന്നുണ്ട്, സങ്കടപ്പെടണ്ട. ദുഃഖിക്കുന്നവന്റെ ദുഃഖം കണ്ടിട്ട് കർത്താവ് പറയുന്നുണ്ട്, ദുഃഖിക്കണ്ട. ഭയപ്പെടുന്നവരുടെ ഭയം കണ്ടിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടണ്ട. ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, വിഷമിക്കണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറയാൻ അധികാരമുള്ള ഒരാളേ ഉള്ളൂ. അവൻ്റെ പേരാ ക്രിസ്തു. ശീമോന്റെ പടകിൽ ചുമ്മാ കർത്താവ് കയറിയതല്ല. അവൻ്റെ ശൂന്യത കണ്ട് ആ ശൂന്യത എന്ന് മാറുമെന്ന് തിരിച്ചറിഞ്ഞ കർത്താവ് ആ പടകെ കയറിയത്. ശ്രദ്ധിച്ച് കേൾക്കണം. സക്കായിയുടെ വീട്ടിൽ യേശു കയറിയത് നീ ഒരു ചതിയനാന്നും നിന്റെ ചതി എന്ന് പൊട്ടുമെന്നും അറിഞ്ഞാണ് കർത്താവ് സക്കായിയുടെ വീട്ടിൽ കയറിയത്. അലറി ഒലയുന്ന പടകിൽ യേശു കയറിയത് നിന്റെ ഭയം എന്ന് മാറുമെന്നറിഞ്ഞോണ്ടാ കർത്താവ് ആ വള്ളത്തിൽ കയറിയത്. അങ്ങനെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ചിലതൊക്കെ തീരാൻ സമയമായി, ചിലതൊക്കെ വെളിപ്പെടാൻ സമയമായി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറവായി ഒന്നുമില്ല. അടുത്തിരിക്കുന്ന ആളെ തൊട്ട് ചോര, ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് മറവായി ഒന്നുമില്ല. എബ്രായ ലേഖന കർത്താവ് 4-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നൊരു കാര്യമുണ്ട്. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലതും അവൻ്റെ കണ്ണിന് നഗ്നതും മലർന്നതുമായി കിടക്കുകയാ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കണ്ണിന് ഒരു മറയുമില്ലെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തന്നെ കാര്യം പിടികിട്ടിയിട്ടുണ്ട്. 139-ാം സങ്കീർത്തനം ചമയ്ക്കുമ്പം സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെ പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ കോടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിനിടെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട്, ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ചു സമുദ്രത്തിൻ്റെ അറ്റത്ത് എന്ന് പാർത്താൽ അവിടെയും നിന്റെ കണ്ണെന്നെ കാണും. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ ഓരോ മൂമെന്റ്സും ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നു. നീ പറയുന്ന വാക്ക് ദൈവം കേട്ടുകൊണ്ടിരിക്കുന്നു. നിന്റെ ചിന്തകൾ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് എൻ്റെ ദൈവം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അവന് മുമ്പിൽ മറവായി ഒന്നുമില്ല. ഇവിടെ ഒരു സ്ത്രീയുടെ കരച്ചിൽ കർത്താവ് കാണുക. ഞാൻ ആത്മീക സന്ദേശത്തിലേക്ക് കയറുക. ആരും കാണാൻ ഇഷ്ടപ്പെടാത്തതും ആരും അടുക്കൽ വരാത്തതുമായ ഒരു കാര്യമാണ് ഒരു മനുഷ്യൻ കരയേണ്ട സാഹചര്യം ഉണ്ടാകുക. എന്നെ സംബന്ധിച്ച് എനിക്ക് ആരും കരയുന്ന ഇഷ്ടമല്ല. കരയുന്നവരുടെ അടുക്കൽ പോയി ഇരിക്കുന്നതും വിഷമമുള്ള കാര്യമാണ്. കർത്താവിൻ്റെ പ്രത്യേകത, കണ്ണുനീര് കണ്ടാൽ അവൻ അവിടുന്ന് പോവുകയില്ല, പിന്നെ അവൻ അവിടെ തന്നെ കാണും. സ്തോത്രം. കരഞ്ഞ യാക്കോബിനെ മറികടക്കാൻ പറ്റാതിരുന്ന ദൈവത്തിൻ്റെ സ്വഭാവം ഉൽപ്പത്തി പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. ശത്രുവിന് നേരെയുള്ള ഏറ്റവും വലിയൊരു വജ്രായുധമാണ് നിന്റെ കണ്ണുനീര്.